നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിലിമിനറി സിലബസിലുള്ള കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ എന്ന ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാ 5 ദേശീയോദ്യാനങ്ങളും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കേരളത്തിലെ മൊത്തത്തിൽ 5 നാഷണൽ പാർക്കാണുള്ളത്. ഇരവികുളം, സൈലന്റ് വാലി, മതികെട്ടാൻചോല, പാമ്പാടുംചോല, ആനമുടിച്ചോല. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇരവികുളം നാഷണൽ പാർക്കിനെ പറ്റി എന്തൊക്കെ പോയിന്റ്സ് പഠിക്കണം. ആദ്യത്തെ പോയിന്റ്, ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥാപിതമായ വർഷം 1978 ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥാപിതമാകുന്നത്. 97 ചതുർശ കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തീർണം. 97 ചതുർശ കിലോമീറ്റർ. 1971 കണ്ണൻ ദേവൻ ഹിൽ പ്രൊഡ്യൂസേഴ്സ് നിയമം അനുസരിച്ച് ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലെ രാജമല പ്രദേശങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. 1975 ഇരവികുളം വന്യജീവി സങ്കേതമായിട്ടാണ് നിലവിൽ വരുന്നത്. അപ്പോൾ ഇരവികുളം വന്യജീവി സങ്കേതമായി നിലവിൽ വന്ന വർഷം 1975. 1978 ഇരവികുളം നാഷണൽ പാർക്കായി ഉയർന്നു. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റും പഠിക്കണം. 1975 വന്യജീവി സങ്കേതമായി, 78 ദേശീയോദ്യാനമായത്. ഇനി വംശനാശം നേരിടുന്ന വരയാടുകൾ ആണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. വരയാടുകളുടെ ശാസ്ത്രീയ നാമം ചോദിച്ചിട്ടുണ്ട്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നതാണ് വരയാടുകളുടെ ശാസ്ത്രീയ നാമം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഈ ദേശീയോദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇരവികുളം നാഷണൽ പാർക്കിനെ പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ ഹെമിട്രാഗസ് ഹൈലോക്രിയസ് എന്നും കൂടി വരയാടുകളുടെ ശാസ്ത്രീയ നാമമുണ്ട്, അല്ലെങ്കിൽ നീലഗിരി താർ എന്ന് പറയാറുണ്ട്, നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നും പറയാറുണ്ട്. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നാഷണൽ പാർക്കിലേക്ക് പോകാം. സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനം 1984 നിലവിൽ വന്നത്. വിസ്തീർണം 89.52 ചതുർശ കിലോമീറ്റർ. 148 ചതുർശ കിലോമീറ്റർ ബഫർ സോണായും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വിസ്തീർണം അങ്ങനെ ചോദിക്കാറില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഇനി മെയിൻ പോയിന്റ് എന്താണ്? കേരളത്തിലെ 2ാമത്തെ ദേശീയോദ്യാനം. ചീവീടുകളുടെ ശബ്ദമില്ലാത്തതാണ് സൈലന്റ് വാലി എന്ന പേര് ലഭിക്കാൻ കാരണം. ചീവീട് അഥവാ ക്രിക്കറ്റിന്റെ സൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് സൈലന്റ് വാലി എന്ന പേര് ലഭിക്കാൻ കാരണമായത്. സൈരന്ധ്രി വനമെന്ന് മഹാഭാരതത്തിൽ പരാമർശിക്കുന്നത് സൈലന്റ് വാലിയെയാണ്. പാലക്കാട് മണ്ണാർക്കാടാണ് ആസ്ഥാനം. പാലക്കാട് മണ്ണാർക്കാടാണ് സൈലന്റ് വാലിയുടെ ആസ്ഥാനം. ഭാരതപ്പുഴയുടെ പോഷക നദിയായ കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നു. അപ്പൊ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കുന്തിപ്പുഴയാണ്. സിംഹവാലൻ കുരങ്ങുകളുടെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം. അപ്പോ സൈലന്റ് വാലിയിൽ സംരക്ഷിക്കുന്ന മൃഗം ഏതാണ്? സിംഹവാലൻ കുരങ്ങ്, ലയൺ ടെയിൽഡ് മക്കോക്ക്. നിത്യഹരിത മഴക്കാടുകൾ കാണപ്പെടുന്നു. നിത്യഹരിത മഴക്കാടുകൾ കാണപ്പെടുന്നു. 1847 സസ്യശാസ്ത്രജ്ഞനായ റോബർട്ട് റൈറ്റ് ആണ് ആദ്യമായി സ്ഥലത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സൈലന്റ് വാലി കണ്ടെത്തിയത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. റോബർട്ട് റൈറ്റ് ആണ്. വർഷം 1847. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ ഏതാണ്? തൂതപ്പുഴയാണ് സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴ. വെടിപ്ലാവുകൾ ഉള്ളതിനാലാണ് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്. അപ്പോൾ വെടിപ്ലാവുകളുടെ സാന്നിധ്യം മൂലമാണ് സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നത്.
വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം കുലീനിയ എക്സാറിലാറ്റ. കുലീനിയ എക്സാറിലാറ്റ എന്നതാണ് വെടിപ്ലാവുകളുടെ ശാസ്ത്രീയ നാമം. ദേശീയോദ്യാനം 1985 സെപ്റ്റംബർ 7 ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 84 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഉദ്ഘാടനം ചെയ്തത് 1985 സെപ്റ്റംബർ 7 ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് സൈലന്റ് വാലിയെ പറ്റി പഠിക്കാനുള്ളത്. 84 ഫോം ചെയ്തു. രണ്ടാമത്തെ ദേശീയോദ്യാനം. ചീവീടുകളുടെ ശബ്ദം ഇല്ലാത്തത് കൊണ്ടാണ് സൈലന്റ് വാലി എന്ന പേര് ലഭിച്ചത്. മഹാഭാരതത്തിൽ സ്വൈരന്ധ്രി വനം എന്നറിയപ്പെടുന്നു. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് ആസ്ഥാനം. ഭാരതപ്പുഴയുടെ പോഷക നദിയായ കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നു. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നു. സിംഹവാലൻ കുരങ്ങ് കാണപ്പെടാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യം. വെടിപ്ലാവുകളുടെ ശാസ്ത്രീയ നാമം കുലീനിയ എക്സാറിലാറ്റ. നിത്യഹരിത മഴക്കാടുകൾ കാണപ്പെടുന്നു. 1847 സസ്യശാസ്ത്രജ്ഞനായ റോബർട്ട് റൈറ്റ് ആണ് ഈ സ്ഥലത്തെക്കുറിച്ച് ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴയാണ് തൂതപ്പുഴ. ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി 1985 സെപ്റ്റംബർ 7. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദേശീയോദ്യാനം മതികെട്ടാൻ ചോല. മതികെട്ടാൻ ചോല 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത്. വിസ്തീർണം 12.8 ചതുർശ കിലോമീറ്റർ. 12.8 ചതുർശ കിലോമീറ്റർ. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലെ പൂപ്പാറ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഇടുക്കി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല താലൂക്ക് പൂപ്പാറ വില്ലേജ്. ഇടുക്കി ജില്ല ഉടുമ്പൻചോല പൂപ്പാറ. അത്യപൂർവമായ ചോലപ്പുൽമേടാണ് പ്രത്യേകത. അപ്പൊ മതികെട്ടാൻ ചോല അത്യപൂർവമായ ചോലപ്പുൽമേടാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം, മതികെട്ടാൻ ചോല ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 2003. ഏത് ജില്ലയിൽ കാണപ്പെടുന്നു? ഇടുക്കി ജില്ല. താലൂക്കും കൂടെ പഠിച്ചു വെക്കുക, ഉടുമ്പൻചോല. ഓക്കെ. അടുത്ത ദേശീയോദ്യാനം പാമ്പാടും ചോല. പാമ്പാടും ചോല 2003 തന്നെയാണ് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. വിസ്തീർണം 1.3 ചതുർശ കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോലയാണ്. ഇടുക്കിയിലെ ദേവികുളം താലൂക്കിൽ മറയൂർ വില്ലേജിലാണ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്ക് മറയൂർ വില്ലേജ്. ചോലപ്പുൽമേട് ആവാസ വ്യവസ്ഥയാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ചോല നേരത്തെ പറഞ്ഞതുപോലെ, മതികെട്ടാൻ ചോല പറഞ്ഞതുപോലെ തന്നെ ചോലപ്പുൽമേട് ഇവിടെയും കാണപ്പെടുന്നു. ഇവിടെ ചോദിക്കാനുള്ള ചോദ്യം, 2003 ദേശീയോദ്യാനമായിട്ട് നിലവിൽ വന്നത്. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഏത്? പാമ്പാടും ചോല. അടുത്തത് ആനമുടി ചോല 2003 തന്നെയാണ്. അപ്പോൾ ചോലവനങ്ങൾ എല്ലാം ചോല, ആനമുടി ചോല, പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, 3 ചോലകളും 2003 ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. ആനമുടി ചോലയെ പറ്റി പറയാനാണെങ്കിൽ വിസ്തീർണം 7.5 ചതുർശ കിലോമീറ്റർ ആണ്. ഇടുക്കി ജില്ലയിലെ മറയൂർ വില്ലേജിലുള്ള മനവൻ ചോല, ഇടിവര ചോല, പുല്ലരടി ചോല എന്നീ ഭാഗങ്ങളാണ് പ്രധാനമായും ദേശീയോദ്യാനത്തിലുള്ളത്. ഇപ്പോൾ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ, 2003 ഫോം ചെയ്തത്. ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ഇടുക്കി ജില്ലയിലാണ് 4 ദേശീയോദ്യാനങ്ങൾ. ഇരവികുളം, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, ആനമുടി ചോല, സൈലന്റ് വാലി പാലക്കാട് ജില്ലയിൽ. ഓക്കെ. അപ്പോൾ കേരളത്തിലാകെ 5 ദേശീയോദ്യാനങ്ങളും 18 വന്യജീവി സങ്കേതങ്ങളുമാണ് ഉള്ളത്. 5 ദേശീയോദ്യാനങ്ങളും 18 വന്യജീവി സങ്കേതങ്ങളും 1 കമ്മ്യൂണിറ്റി റിസർവുമാണുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ കണക്കുകളിൽ കേരളത്തിൽ ദേശീയോദ്യാനങ്ങൾ 6 അതായത് പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രം കൂടി ഉൾപ്പെടുത്തിയാണ് 6 കേന്ദ്ര സർക്കാരിന്റെ കണക്കുകളിൽ ഉള്ളത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ദേശീയോദ്യാനങ്ങൾ. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീഡിയോ ഒന്നുകൂടെ കാണുക. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.